In association with Shallow Mattress, everlasting comfort and durability. ഹലോ നമസ്കാരം. ട്രെൻഡിറ്റിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി പനമ്പള്ളിയിലെ സെൻട്രൽ പാർക്കിലുള്ള ദ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടി ബ്രാൻഡ് സ്റ്റോറിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഓണം കളക്ഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവരും ഓണത്തിന് തിരക്കിലായിരിക്കും എന്നറിയാം. ഉത്രാട പാച്ചിലിങ് എത്തുവാണ്. എല്ലാവരും എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കും എന്നുള്ള ഒരു ആലോചനയിലേക്കായിരിക്കും. അങ്ങനെ ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സ്നേഹ ശ്രീകുമാർ നടത്തുന്ന ഓസ്കിയാണ് നമ്മൾ ഈ മൾട്ടി ബ്രാൻഡ് സ്റ്റോറിലൂടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സ്നേഹ ശ്രീകുമാറിനിൽ നമുക്ക് പരിചയമുള്ളത് നമ്മുടെ മറൈമായത്തിലെ മണ്ടോതിരി നടത്തുന്ന ഷോപ്പാണ്. നമുക്ക് എന്തായാലും ഓസ്കി ഒന്ന് കാണാം. അപ്പൊ നമ്മളുടെ ആളകത്തുണ്ട്, സ്നേഹ ചേച്ചി ഉണ്ട്. അപ്പൊ നമുക്ക് ചെന്ന് ആളെ പരിചയപ്പെടാം, ഓസ്കിയും കാണാം. വാ. ഹലോ ഹലോ, ഹാപ്പി ഓണം. താങ്ക് യു. ഇതാണല്ലേ ഓസ്കി നമ്മുടെ? അതെ, ഇതാണ് ഞങ്ങളുടെ ഓസ്കി, കുഞ്ഞോസ്കി. കുഞ്ഞോസ്കി ആണെങ്കിലും വെറൈറ്റി കളക്ഷൻസ് ആണെന്ന് തോന്നുന്നു. അതെ അതെ. ഇപ്പൊ ഓണം സ്പെഷ്യല് ഇതാ ഇതൊക്കെ നമ്മുടെ ഓണം സ്പെഷ്യൽ വരുന്നതാണ്. ഇത് മട്ക സിൽക്കിൽ വരുന്ന പല പല ഡിസൈൻസ്. ആക്ച്വലി ഇനി ഇത് മാത്രമാണ് നമുക്കുള്ളൂ. ഇത് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഡിസൈൻസ്. എവിടുന്ന നമ്മള് ആക്ച്വലി എടുക്കുന്ന കേരളത്തിന് പറയില്ല. അറിഞ്ഞ ആളുകൾ പോയി എടുക്കും അല്ലേ? അങ്ങനെയല്ല, ഇത് നമ്മള് ഇതൊക്കെ ആസാമാണ്, മട്ക സിൽക്കാണ്. അപ്പൊ അതില് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ എന്റെ പേജിൽ ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഇൻസ്ട്രുമെന്റിന്റെ സ്ഥലത്ത് നമ്മള് ഡാൻസേഴ്സിനെ ആക്കി അതിവിടെ ഒരെണ്ണം കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വെറൈറ്റി ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഈ മട്ക സിൽക്ക് അസാമിൽ നിന്നുള്ള സ്പെഷ്യൽ. അതെ, നമ്മുടെ ഹാൻഡ്ലൂം സാരീസ് ഇല്ലേ, അതുപോലെ അവരുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഹാൻഡ്ലൂം തന്നെയാണ്. ഇതൊന്നും പ്രിന്റ് അല്ല കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കണ്ട ത്രെഡ് കാണാം. ത്രെഡ് വർക്കിൽ വരുന്നതാണ് സാരികള്. ഇതായിരിക്കും ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്നത് അന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈനും ഉണ്ടല്ലേ? ഓൺലൈൻ ആയിരുന്നു മെയിൻ. പിന്നീടാണ് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് സ്പേസ് വന്ന് കാണുന്നു. അതിന്റെ കാര്യം ശ്രുതിയാണ്. ശ്രുതിയുടെ ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പം ഇവിടെ വന്നു പരിചയപ്പെട്ടപ്പോ നമുക്ക് ഇഷ്ടമായി. ആക്ച്വലി ഇവിടെ നമ്മള് സ്പേസിൽ കയറിയപ്പോൾ എല്ലാ പേരുകളും ഭയങ്കര വെറൈറ്റി ആണ്. അതിലും ഒരു വെറൈറ്റി പേരാണ് ഓസ്കി. ഓസ്കി ആക്ച്വലി എന്റെ പെറ്റാണ്. എന്റെ ബീഗിൾ ഡോഗിന്റെ പേരാണ് ഓസ്കാർ. ഓസ്കാറിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഓസ്കി. അതെ, അപ്പൊ എന്റെ ആദ്യത്തെ മോനല്ലേ, അവന്റെ പേരിലാണ് ഒരു കേദാർ രണ്ടാമത്തെ ആളാ. അതെ, കേദാറുണ്ടോ ഇനി? കേദാർ മോന്, അവന് 2 വയസ്സ്. ഓസ്കിക്ക് 4 വയസ്സായപ്പോ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെറൈറ്റീസ് ഒക്കെ. ഓ പിന്നെന്താ.
നല്ല സ്പേസിൽ നിറച്ച് അതെ അതെ അതെ. പിന്നെ നമുക്കുള്ളതാണ് ഇതും നമ്മുടെ ബനാറസി കളക്ഷനിൽ വരുന്നതാണ്. ഇതിന്റെ വേറെ കളർ. അതെ, ഇത് ഗ്രീൻ ആണ്, ഇത് റെഡ് ആണ്. ഇതിന്റെ ഒരു ഡാർക്ക് ബ്ലൂ കൂടെ വരുന്നുണ്ട്. ബോർഡർ റീസണബിൾ ആയിട്ടുള്ള റേറ്റും അതെ 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 അതെ. അല്ല, പൊതുവെ ഇപ്പൊ നമ്മള് ഈ സാരി തുടങ്ങുമ്പോ നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, എന്ത് ഭയങ്കര പൈസ അങ്ങനെ പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ട്. സാധാരണ പനമ്പിള്ളി എന്ന് പറയുമ്പോൾ ഒരു പോഷ് ഏരിയ റേറ്റ് ഒക്കെ നമ്മൾ ഞെട്ടിപ്പോയി. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുക എന്നുള്ള കാര്യം. അല്ല, ഞാനൊക്കെ മൊഡാൽ സിൽക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിന്റെ പ്രൈസ് നോക്കുമ്പോൾ 4000, 4500 അങ്ങനെ പ്രൈസ് റേഞ്ചിലായിരുന്നു. അപ്പം ഞാനത് വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ നല്ല പ്രീമിയം കളക്ഷൻസ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നഷ്ടത്തിൽ വിൽക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ചാർജ് മാത്രം അങ്ങനെ ഭയങ്കര ഒരു മാർജിനിലേക്ക് പോവാതെ ആൾക്കാർക്ക് അഫോർഡബിൾ ആയ രീതിയിൽ എത്തിക്കാൻ മാക്സിമം നോക്കണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇതിലാണ്. ഏത് ജനറേഷനിലുള്ള ഇപ്പൊ ടീനേജേഴ്സ് തുടങ്ങി നമുക്ക് അങ്ങ് അമ്മമാർ ആർക്കും വേണമെങ്കിലും എല്ലാവർക്കും ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. അതുപോലെ ഇതെല്ലാം ബനാറസിയിൽ വരുന്നതാണ്. ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. ബ്ലാക്ക്, പിന്നെ നമ്മൾ കളർ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്. ഈ കളറൊക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് വരുന്ന കളേഴ്സാണ്. ഗ്രീൻ. അതെ, കളർ ചൂസ് ചെയ്യുമ്പോ അങ്ങനത്തെ കളേഴ്സ് ഏറ്റവും നല്ല ബ്ലൂ. അതെ. ഇതെങ്ങനെയാ തന്നെ പോയി പിക്ക് ചെയ്ത് എടുക്കുന്നതാണ്? ഇത് നമ്മള് ആദ്യത്തെ ഒരു വട്ടം തന്നെ പോണം. പക്ഷെ ചിലർ പറയും നമുക്ക് ഓൺലൈനിൽ എടുക്കാലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ എനിക്കെന്താ അറിയാം, നമ്മളൊരു ഇത് നമ്മളും കസ്റ്റമറും തമ്മിലുള്ള ഒരു ട്രസ്റ്റിന്റെ പ്രശ്നമാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചീത്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ആദ്യം നമ്മൾ പോയിട്ട് ക്വാളിറ്റി ചെക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സത്യത്തിൽ എന്റെ പേജ് ഓൺലൈനിൽ റീച്ച് ആവാൻ കാര്യം ഈ സാരീസ് ആണ്. സുങ്കടി സാരീസ്, സുങ്കടി സാരീസ് തമിഴ് സാരിയാണ്. മധുരൈ സുങ്കടി സാരീസ്. ഇതും ഈ പറഞ്ഞ പോലെ മെഷീൻ വർക്ക് അല്ല, കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ ഡൈ ചെയ്ത് വരുന്ന സാരികളാണ്. മാൻ വർക്ക് ആണ്. അതായത് കളർ ഫെയ്ഡ് ആവുന്നില്ല. ഇല്ല, ഡൈ ചെയ്ത് വരുന്ന സാരിയാണ്. പിന്നെ ഇത് ഉണക്കുന്നതും മെഷീൻ ഒന്നുമല്ല, നേരിട്ട് സൺലൈറ്റില് അതും എന്താ പറയാ മണ്ണിൽ വിരിച്ചിട്ടിട്ടാണ് വരിക. അപ്പൊ പല സാരികളും വരുമ്പോ ചെറിയ ഒരു മണ്ണിന്റെ ഇതൊക്കെ ചിലപ്പോ കാണാം. അപ്പൊ നമ്മളത് ഓൾറെഡി നമ്മള് കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ഫസ്റ്റ് വാഷിൽ അത് പോകും. പക്ഷെ അത് അത്രയും ത്രെഡ് ഒക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതാണോ? ഇതെല്ലാം നമ്മൾ വീവ് ചെയ്യുന്നതല്ലേ, ഗോൾഡൻ വീവിൽ വന്നിട്ട് പിന്നെ ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ കളർ കോമ്പോ, അതുവരെ കാണാത്ത കളർ കോമ്പോ നമ്മൾ മാനുഫാക്ചറോട് പറഞ്ഞ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പേജ് ആക്ച്വലി റീച്ച് ആയത്. അതെ, റെയർ ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ അത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു മയിലിന്റെ ഡിസൈൻ അല്ലെങ്കിൽ എലിഫന്റിന്റെ ഡിസൈൻ ആണ്. മയിലിന്റെ ഡിസൈൻ അതെ, കൂടുതലും വരുന്നത് മയിലായിരിക്കും. അതെ, ട്രഡീഷണൽ സാരീസിൽ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇങ്ങനെ ഗോപുരം ട്രെൻഡിങ് ഈ ഒരു മോഡൽ ഒരുപാട് ഭയങ്കരമായിട്ട് നമുക്ക് പോകുന്ന ഒരു സാരിയാണ്. പക്ഷെ ഇത് എവിടെ കിട്ടും നമ്മൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. കറക്റ്റ് ഇത് ഇവിടെ വന്നാൽ ഓസ്കിൽ വന്നാലേ ഇതിന്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇത് വൈറ്റില് വരുന്ന ഗ്രീൻ ബോർഡർ കണ്ടോ, ഇതിന്റെ ഗ്രീൻ എടുത്ത് കണ്ടായിരുന്നു. ഇതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ കോട്ടൺ ചെയ്ത് വരുമ്പോ കുറെ, അതായത് നമ്മുടെ കോളേജിലെ കുട്ടികൾ ആവശ്യപ്പെട്ടു, ചേച്ചി കോട്ടൺ അല്ല, അത് നമുക്ക് ഒരു സെമി സിൽക്കിലൊക്കെ ചെയ്താൽ അവർക്ക് തന്നെ പെട്ടെന്ന് വൺ ഫ്ലീറ്റിലൊക്കെ ഇടാൻ പാകത്തിന് അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത്. ഇത് ആക്ച്വലി കോട്ടൺ അല്ല. ഇത് കണ്ടോ ഇതുപോലെ സെയിം ഡിസൈൻ ആണ്, സെയിം ചെക്സ് ആണ്. പക്ഷെ ഇവിടെ ഒരു കളർ വ്യത്യാസമുണ്ട്. കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് കൂടുതലായിരിക്കും ഇതിന്. ഇത് സെമി സിൽക്കിൽ വരുന്നോണ്ട് ഇച്ചിരി കൂടെ ഗ്ലേസിംഗ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഉള്ള സാരികൾ എന്ന് പറയുന്നത് കോട്ടന്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ താഴെ സെറ്റ് മുണ്ടുകളൊക്കെ നമുക്കുണ്ട്. സെറ്റ് മുണ്ടാണത്. ഇതൊക്കെ നമുക്ക് ശരിക്കും ഹാൻഡ്ലൂം ഫിനിഷിങ്ങിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള സെറ്റ് മുണ്ടുകളാണ് 2.8 വരുന്നത്. ഇത് ബ്ലൗസിനപ്പോ ബ്ലൗസ് സെറ്റ് മുണ്ടിന്റെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല. സെറ്റ് മുണ്ടിന്റെ കൂടെ, സെറ്റ് സാരിയുടെ കൂടെ നമുക്ക് ബ്ലൗസുകൾ വരും. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ കാണാൻ വഴിയില്ലാന്ന് തോന്നുന്നുണ്ട്.
ഈ ഒരു വർക്ക് ഇത് ത്രെഡ് വർക്കിലാണ് വരുന്നത്. ഇങ്ങനെ ടെസൽസ് ഇതിൽ ആക്ച്വലി ഈ ഒരു റണ്ണിങ് ബ്ലൗസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അത് പോരാ, എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനെ ഒരു ബ്ലൗസും കൂടെ ഇതിന്റെ കൂടെ സെപ്പറേറ്റ് പോയി എടുത്ത് ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെയാണ് കൊടുക്കുന്നത്. ഇതിന് ഏകദേശം എത്ര റേറ്റ് പറയും? 1100 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. 1100 രൂപയ്ക്കാണ് അല്ല ഞാൻ പറഞ്ഞില്ല, ഇതിൽ നമുക്ക് ഭയങ്കര വലിയ ലാഭം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ കോടിപതിയാവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നഷ്ടം വരാതെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അതില്. അതല്ലാതെ ഇത് വിറ്റിട്ട് ഭയങ്കര വലിയൊരു കോടിപതിയിലേക്കൊന്നും ഞാൻ പോകുന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് തന്നെയാണ്. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ബനാറസിൽ ഇതാ ഈ കളർ കോമ്പോന്നും അങ്ങനെ നിക്കേയില്ല, വന്നാൽ പെട്ടെന്ന് പോകുന്ന കളർ കോമ്പോസ് ആണ് ഇതെല്ലാം. ഇതൊക്കെ ബനാറസിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആളുകളാണോ യൂസ് ചെയ്യുന്നത്? കുട്ടികൾ, കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണോ? കോളേജ് സ്റ്റുഡൻസ് മാത്രമല്ല, ഇത് മാരേജ് ഫംഗ്ഷന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. റിലേറ്റീവ്സ് ഒക്കെ യുണീക്ക് ആയിട്ടാണോ വരുന്നത് ഇങ്ങനെയുള്ള കളക്ഷൻസ്? അല്ലെങ്കിൽ യൂണിക്ക് ഒറ്റ പീസ് ഉണ്ടാവുള്ളൂ? അല്ലല്ല, ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് വേറെ കളർ കോമ്പിനേഷൻസ് ഒക്കെ പറഞ്ഞാൽ ചെയ്യും. പക്ഷെ അതിന് സമയം വേണം. അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് നാളെ വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. അപ്പൊ ഇങ്ങനത്തെയൊക്കെ നമ്മള് 1, 2 ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു 5 എണ്ണം വെച്ചിട്ടാണ്. ഇങ്ങനത്തെ കോമ്പോസ് കൊണ്ടുവരണം 5 എണ്ണം വെച്ചിട്ട്. ഇതൊക്കെ പോയി തോന്നല്ലേ? ഇതൊക്കെ പോയി. ഇത് ഇനി ഒരെണ്ണമാണ് ഇവിടെ ഉള്ളത്. ഇത് പക്ഷെ ഇത് കംപ്ലീറ്റ് ഹാൻഡ് പെയിന്റഡ് ആണ് കേട്ടോ. ഇത് പ്രിന്റ് അല്ല, ഹാൻഡ് കൊണ്ട് പെയിന്റ് ചെയ്തല്ലേ? അതെ. ഇതിന്റെ റേറ്റ് എന്ന് പറയും? കുറവ് പറഞ്ഞോണ്ട് ഞാൻ കുറച്ച് പറയട്ടെ. ഒരു 1200 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കണേ. ഇത് ഫുൾ വർക്ക് വരുന്നുണ്ടോ? ഫുൾ ഹാൻഡ് പെയിന്റഡ് ആണ്. മൂവിങ് ഉള്ള ഒരു സാരിയാണ് ഇത്. ചെക്ക് സാരീസ്. ഈ ചെക്ക് സാരി തമിഴ് സ്റ്റൈലാണ്. ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ഇത് തമ്മിൽ വ്യത്യാസം പറഞ്ഞ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇത് സിൽക്ക് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ അല്ല. കോട്ടൺ സിൽക്കിൽ വരുന്നതാണ്. മറ്റേത് പ്യുവർ കോട്ടൺ ആണ്. ഇതിലും ബ്ലൗസ് ഉണ്ട്. ഇതിൽ ഈ സെയിം റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയും കോൺട്രാസ്റ്റ് ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പൊ ഈ സാരിക്ക് തന്നെ ഈ പച്ച ബ്ലൗസ് ഇട്ടാൽ നല്ലതായിരിക്കും. അങ്ങനെയാണല്ലോ ഇപ്പൊ ഫാഷൻ സെയിം അല്ല, ഒരുപോലത്തെ അങ്ങനെ ഇടല് വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ടിട്ട് നമ്മളുടെ പരിപാടിക്കല്ല ഇത് ഇവിടെ നിന്ന് തന്നെ ആയിരിക്കുമോ? നമ്മുടെ ഇതിപ്പോ എനിക്ക് ഭയങ്കര ചലഞ്ചായിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം നമ്മൾ എവിടെ ഷോയ്ക്ക് അല്ലെങ്കിൽ എന്തൊരു പ്രോഗ്രാമിനോ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ കല്യാണത്തിന് പോയാൽ പോലും നമ്മുടെ ഏറ്റവും നല്ല സാരി ഉടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ എന്റെ ഒരു വലിയ ബാധ്യതയും കൂടെയാണ്. കാര്യം ചെല്ലുമ്പോ ചോദിക്കില്ലേ ഇത് നിങ്ങളുടെ സാരി അല്ലേ ചോദിക്കില്ലേ? അങ്ങനെ പരസ്യമാണ്. അതെ, അങ്ങനെ ചോദിക്കാൻ പാടില്ല സാരി നമ്മൾ ഉടുക്കണം. അപ്പൊ അത് ഭയങ്കര വലിയ ചലഞ്ചാണ്. ഇത് ഇതുപോലെ ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് കോപ്പറിലാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിരിക്കും അല്ലേ? അല്ല, ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ്. പക്ഷെ ഇതില് ബ്ലാക്ക് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ഇതുണ്ടോ ഈ ഒരു അതെ, മുന്താണിയില് ഈ ഒരു കോപ്പർ കളറാണ്. സാധാരണ ഗോൾഡനും സിൽവറും നമ്മൾ കാണാറുണ്ട്. ബ്ലാക്കിന്റെ കോപ്പർ കണ്ടിട്ടില്ല. കോപ്പർ ആണ് ഇതിൽ വരുന്നത്. ഇത് മ്യൂറൽ പ്രിന്റ് ആണ് കേട്ടോ. കൃഷ്ണനും രാധയും വരുന്നത്. ഇതിലും ഇപ്പൊ ഈ ഇങ്ങനത്തെ സാരികൾ വന്നതിലും സാരി ഫുൾ ഉണ്ടോ ഇങ്ങനെ ഡിസൈൻ കംപ്ലീറ്റ് വരുന്നുണ്ട്. മുകളിലും താഴെയായിട്ട് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ 1500 റേഞ്ചിൽ വരുന്ന സാരികളാണ്. ആക്ച്വലി പനമ്പള്ളിയിൽ വന്ന് ഓസ്കി പരിചയപ്പെടുമ്പോൾ വിചാരിച്ചു നമുക്കൊന്നും അടുക്കാൻ പറ്റാത്തൊരു റേറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നപ്പോ ശരിക്കും ഭയങ്കര ഇതൊക്കെ അതുപോലെ ഏരി സിൽക്ക് എന്ന് പറയുന്നത്. ഇതും അതുപോലെ ഒരു ഹാൻഡ്ലൂം ഇതിലൊക്കെ വരുന്ന സാരിയാണ്. ഏരി സിൽക്ക് ആണിത്. ഇത് കംപ്ലീറ്റ് ഇതുപോലെ ഇതുണ്ട്. ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ആണ് വരുന്നത്. റീസ്റ്റോക്കിംഗ് എങ്ങനെയാണ്? നമ്മൾ മാസം എടുക്കുമോ? അങ്ങനെയാണ് തീരണ അനുസരിച്ചിട്ട് നമ്മള് പോയെടുക്കും, റീസ്റ്റോക്ക് ചെയ്യും. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ മാനുഫാക്ചറേഴ്സ് നമുക്ക് അയച്ചു തരും, ഇങ്ങോട്ട് കൊറിയർ പുതിയ സാധനങ്ങൾ അയച്ചു തരും. ഇത് ഹാൻഡ് പെയിന്റഡ് സാരിയാണ്. സോഫ്റ്റ് കോട്ടൺ മൽക്കോട്ടണിൽ വരുന്ന ഹാൻഡ് പെയിന്റഡ് സാരിയാണ്. കംപ്ലീറ്റ് ഹാൻഡ് പെയിന്റഡ് ആണ്. ഇതിന്റെ റേറ്റ് പറയും? 1000 ആയിരിക്കും. അതുകൊണ്ട് ഒരു 1500 1250 നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇതും ഭയങ്കര സുഖമുണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ. ഇത് നല്ല കോട്ടൺ അല്ലേ? മൽക്കോട്ടൺ. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡിമാൻഡിങ് ഉള്ള ഒരു ക്ലോത്ത് ആണ് മൽക്കോട്ടൺ എന്ന് പറയുന്നത്. ഇത് മൽക്കോട്ടണിൽ വരുന്ന ഹാൻഡ് പെയിന്റഡ് സാരിയാണ്. അടിപൊളിയായിട്ടുണ്ട്. അതായത് എന്റെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഈ ഒരു കളർ ഹാൻഡ് പെയിന്റഡ് സാരി ചെയ്തിരുന്നു.
അത് നമ്മൾ ഇവിടെ കണ്ടുവരുന്നു. എല്ലോ തന്നെ. അപ്പൊ അത് കണ്ടപ്പോ ഒരുപാട് പേർക്ക് വേണം എന്ന് പറഞ്ഞു. അത് പക്ഷെ ആക്ച്വലി നമുക്ക് ഒരു ഇച്ചിരി പൈസ കൂടുതൽ ചെലവായിട്ടുണ്ട് ആ സാരിക്ക്. ഒരു 3800 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ അഫോർഡബിൾ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ചെയ്തൊരു സാരിയാണിത്. അന്ന് ശ്രീകുമാർ ചേട്ടന് വിട്ട സെയിം മാച്ചിങ് ആയിരുന്നു അത് നമ്മൾ ചെയ്ത സാരി. അല്ല, ഷർട്ട് തന്നെയാണ്. അത് ഓസ്കിയുടെ ഷർട്ട്. മെൻസ് കളക്ഷൻസ് ആക്ച്വലി നമ്മൾ മെൻസ് കളക്ഷൻ എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടില്ല. പക്ഷെ ഇതുപോലെ കോംബോ വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ഈ ഒരു സാരിക്ക് കോംബോ വേണം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മൾ മെൻസിന് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ പേയ്മെന്റ് ഒക്കെ കൂടും? ഇപ്പൊ നമ്മൾ അഫോർഡബിൾ റേറ്റ് ആണ് സാരി ഉള്ളത്, അതിന് ചെയ്തു കൊടുക്കുന്നതിന് ഇല്ല അങ്ങനെ ഭയങ്കര പ്രൈസിംഗിലേക്കൊന്നും അത് പോവില്ല. ഇപ്പൊ നമ്മള് അത് ഈ പറയുന്നത് പോലെ നമ്മൾ പറയുമ്പോഴാണ് ചെയ്തു കൊടുക്കണം. നമ്മള് ഡിസൈൻസ് നമ്മൾ ചെയ്തത് അയച്ചു കൊടുക്കും, എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കലാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടീഷർട്ടിൽ ഡിജിറ്റൽ പ്രിന്റിംഗ് കണ്ടിട്ടില്ലേ? ആ ഡിജിറ്റൽ പ്രിന്റിങ് അത് അവര് മെഷീൻ വെച്ചാണ് ചെയ്യുക. പക്ഷെ ഞാൻ അതിന്റെ ഹീറ്റും സംഗതികളൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ അയൺ ബോക്സ് അവിടെ പോയി ചെയ്യും. എളുപ്പപ്പണി വീട്ടിലാണ് ചെയ്യാ. പക്ഷെ അതിന്റെ ഹീറ്റിന് പ്രാധാന്യമുണ്ട്. അതിനൊരിതുണ്ട്. ഹീറ്റ് കൂടി പോയി അത് ഉരുക്കി പോവില്ലേ? നമ്മൾ സാധാരണ അയൺ ബോക്സ് വെച്ച് ചെയ്താ അല്ലല്ല അങ്ങനെ ആവില്ല. പിന്നെ അയൺ ചെയ്യാന്ന് വെച്ചാല് അയൺ ചെയ്യാച്ചാൽ ഒരു പ്രത്യേക അനുപാതത്തിൽ ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുക. അതിപ്പോ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ടീഷർട്ട്സ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനത്തെ ടീഷർട്ട്സ്. പക്ഷെ നമ്മൾ ഷർട്ടില് പിന്നെ ഷർട്ട് ചെയ്യണ തുണി പ്രധാനമാണ്. കാര്യം ഹീറ്റ് കൊടുത്താൽ ഉരുക്കി പോകുന്ന തുണികളാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഞാൻ പഠിച്ചു, ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു. എന്നിട്ട് കഴിഞ്ഞ ഓണം സീസണിൽ ഇപ്പൊ നമ്മുടെ പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് ഏറ്റവും മൂവിങ് ഉള്ളതായിരുന്നു ഒരു വീണ സാരി, അതുപോലെ ചിലങ്ക സാരി, ചിലങ്കയുടെ മണികൾ പിടിപ്പിച്ചിട്ടുള്ള സാരി. അതെല്ലാം നമ്മൾ ഈ ഡിജിറ്റൽ പ്രിന്റിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് ഞാൻ തന്നെ നമ്മുടെ വീട്ടില് സാരി ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് രാത്രി, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്താ വെച്ചാൽ ഒരു 11 മണിക്ക് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കാര്യം അതെ, രണ്ടുപേരും ഉറങ്ങണം, അല്ലെങ്കിൽ രണ്ടുപേരും ശല്യം ഉണ്ടാക്കും. ഓസ്കാറും പ്രശ്നമാണ്, കേദാറും പ്രശ്നമാണ്. ഈ നൂലൊക്കെ എടുത്തിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാണ് എന്റെ പണിപ്പുര തുടങ്ങുന്നത്. അപ്പൊ നമ്മള് അത് ഹീറ്റ് കൊടുത്ത് അങ്ങനെയാണ് പ്രിന്റിങ് ചെയ്യുന്നത്. എന്തൊക്കെ റിസർച്ചാ ചെയ്യുക ശരിക്കും? ഇപ്പൊ ഓണം സീസൺ വരുവാണ്, അപ്പൊ അതിക്ക് മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കും? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഒന്ന് ബിസിനസ്, 2 തുണി. ഇതൊന്നും എനിക്ക് ബന്ധമില്ലാത്ത കാര്യമാണ്. അതിലേക്ക് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ച് ഇരിപ്പാണ്, നാളെ തുടങ്ങാം, ഇന്ന് തുടങ്ങാം. അതാണ് എന്റെ കാര്യത്തിൽ. എന്താ വെച്ചാൽ ഞാൻ ഒന്നും നാളേക്ക് വെക്കില്ല. എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ അപ്പൊ തന്നെ ട്രൈ ചെയ്ത് തുടങ്ങും. പരാജയപ്പെടണമെങ്കിൽ പരാജയപ്പെട്ടോട്ടെ എന്നുള്ള അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. എനിക്കിപ്പം ഈ ഓസ്കി എന്നുള്ള പേര് തന്നെ നമുക്ക് വരുന്നത്, ഞാൻ ഒരു ദിവസം ബാംഗ്ലൂർ എന്റെ ചേട്ടന്റെ വീടുണ്ട്, ഞങ്ങൾ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ചേച്ചി പണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഓൺലൈനിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി അതിനെ പറ്റി സംസാരിച്ചപ്പോ കുറച്ച് സാധനങ്ങൾ ചേച്ചി എടുത്തത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്നാ പിന്നെ നീ ഇത് കൊണ്ടുപോയിട്ടൊന്ന് വെറുതെ ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്. അങ്ങനെ നാട്ടിൽ വരുന്നു. പിറ്റേ ദിവസം തന്നെ ആദ്യം ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കി. തുണിയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ പിറ്റേ ദിവസം തന്നെ പേജ് ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിനൊരു പേര് വേണം. അപ്പൊ ഞാൻ ഓർത്തപ്പം എന്റെ ഏറ്റവും പ്രഷ്യസ് ആയ പേര് ഓസ്കിയാണ്. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം വിളിക്കുന്ന പേരും ഓസ്കിയാണ്. ഓസ്കി എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഓസ്കി എന്നുള്ള പേരിൽ നമ്മൾ ഇത് ചെയ്തു. ആ ബട്ടർഫ്ലൈ ലോഗോ ഒക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ തന്നെ ഫോണിൽ ചെയ്തതാണ്. അങ്ങനെ ഒരു ഓസ്കി എന്നുള്ള പേര് അങ്ങനെ ഇട്ടപ്പോ ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സജഷൻ അല്ല, പെറ്റിന്റെ പേര് ഇടുന്ന എന്താ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, എന്റെ അടുത്ത് ചോദിച്ചു എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ അർത്ഥം എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഓസ്കി എന്ന് പറയുന്ന എന്തോ ഒരു റിലേറ്റഡ് ടു ഗോഡ് സംതിങ് ആണ്. അതായത് ഏറ്റവും ഗോഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ്. അപ്പൊ അവിടെയും നമ്മള് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ പറയാനൊരു അർത്ഥം ഇത് കേൾക്കാൻ വേണ്ടി വരും. അപ്പൊ അങ്ങനെ പറയാനൊരു അർത്ഥവും കൂടെ നമുക്ക് കിട്ടി. പിന്നെ എന്താണ് ഓസ്കിയുടെ പേര് ഇട്ട കേദാറിന്റെ പേര് ഇടാത്തേന്ന് ചിലപ്പോ എല്ലായിടത്തും ഉണ്ടാവല്ലോ, എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ആൾക്കാര്. അവര് ചോദിക്കുമ്പോ ഞാൻ പറയണത് വെച്ചാൽ കേദാറ് ഇപ്പോഴേ എന്താ പറയാ ഗ്രാസ്പിംഗ് പവർ ഒക്കെ അത്യാവശ്യമുള്ള ഒരു കുട്ടിയാണ്. അവന് എനിക്ക് തോന്നുന്നു വലുതാകുമ്പോ അയാൾ തന്നെ അയാളുടെ കരിയറും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ഓസ്കിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഞാൻ, കേദാർ, ശ്രീ, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചിന്തിക്കാൻ അറിയില്ല. അതിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ.
അപ്പം അവന് സ്വന്തമായിട്ട് എന്തായാലും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കണു, അവന്റെ ഒരു പേര് എപ്പോഴും അയ്യോ എനിക്ക് അതില്ലാതെ പറ്റില്ല. ഈ ഒരു സ്ഥലം എങ്ങനെ ചൂസ് ചെയ്യുന്നത്, എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു സ്ഥലം ശ്രുതിക്ക് ഒരു പെർഫ്യൂം ബ്രാൻഡ് ഉണ്ട്. ശ്രുതിയുടെ പെർഫ്യൂം ബ്രാൻഡാണ് ഇതാ. ഞങ്ങൾ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ചക്കപ്പഴത്തിലെ ശ്രുതി രജനികാന്തിന്റെ പെർഫ്യൂം ബ്രാൻഡാണ് ഇത്. അപ്പൊ അവളാണ് സത്യത്തിൽ ഈ ഒരു സ്പേസ് കണ്ടുപിടിച്ചത്. അപ്പം എനിക്ക് ഇവിടെ വന്നു. അപ്പം ഇതിന്റെ ഓണേഴ്സ് ആയിട്ട് ഞാൻ സംസാരിക്കണം. ജിഷയായിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പൊ ഞാൻ ഭയങ്കര പെട്ടെന്ന് സിങ്കായി. സ്ത്രീ സംരംഭക തന്നെയാണ്. അതെ ജിഷ തന്നെയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചപ്പം പെട്ടെന്ന് സിങ്കായി. അപ്പൊ വെറുതെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജിഷ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വർക്ക് ആവുന്നില്ലെങ്കിൽ വേണ്ട എന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ ഇതിന്റെ ചെറിയ സ്പേസ് ആണ് എടുത്തത്, ചെറിയ റാക്കാണ് എടുത്തത്. അപ്പൊ ഇവിടെ ഓക്കെ നമുക്ക് കൊള്ളാവുന്നുണ്ട് എന്ന് തോന്നി. അതിനുശേഷം നമ്മൾ ഈ ഒരു റാക്കിലേക്ക് മാറുന്നത് സത്യം പറഞ്ഞാൽ എന്റെ ഒരു വീഡിയോ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ പിന്നെ ഈ റാക്കിലേക്ക് ആയി. ആ വീഡിയോക്ക് ശേഷം ഇവിടെ നല്ല മൂവ്മെന്റ് ആണ്. അതെ, അതോടുകൂടി നല്ലൊരു തുടക്കമായി. അതെ 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 അതെ. ഈ ഇപ്പൊ മണ്ടോദരി എന്നുള്ള ഒരു ക്യാരക്ടർ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളോട് ചേച്ചിമാര് പരാതി അറിയും, പക്ഷെ കഷ്ടമുണ്ട് കേട്ടോ, എനിക്ക് മാത്രം തന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് നമ്മുടെ വീട്ടിലെ ആളുകളെ. അപ്പൊ ഞാൻ പറയും ചേച്ചി ഓക്കെ നമ്മൾ പ്രീ ബുക്ക് ചെയ്യാം. അപ്പൊ സാധാരണ പേജിൽ പ്രീ ബുക്കിംഗ് പൈസ കൊടുത്തിട്ടാണ് അവരെടുക്കുക. അപ്പൊ ഞാൻ പറയും എനിക്ക് പൈസ തരണ്ട, എന്ന് ഞാൻ സാധനം തരണം, അന്ന് എനിക്ക് പൈസ തന്നാൽ മതി. കാര്യം എനിക്ക് അതല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, ഇത് വന്നില്ലല്ലോ. കാര്യം ഈ സാരികളൊക്കെ നമുക്ക് ബംഗാളിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പൊ ചിലപ്പോ ഷിപ്പിങ്ങില് 2 ദിവസം ലേറ്റ്, ഓൾറെഡി ഒരാഴ്ച എടുക്കും, ചിലപ്പോ 10 ദിവസമൊക്കെ എടുത്താണ് വരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷനായി, ഇവരുടെ പൈസ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു വലിയ ബാധ്യതയാണ്. അപ്പൊ ഞാൻ പറയും എന്ന് സാധനം ഡിസ്പാച്ച് ചെയ്യണോ അന്ന് എനിക്ക് പൈസ തന്നാ മതി എന്ന് പറയും. ഇപ്പൊ നമ്മളിവിടെ നോക്കിയ സാരീസ് ആണ് കൂടുതൽ, സാരീസ് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ കുർത്താസ് കുറച്ചുള്ളൂ. അത് ഇതെന്താ അറിയോ, ഇതൊക്കെ നമ്മള് ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്ത് വരുന്ന പീസുകളാണ്. പിന്നെ അത് മാത്രല്ല കേട്ടോ, നമുക്ക് ഇപ്പം ക്രിസ്മസ് സമയത്ത് നമ്മൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഒരുപാട് കുർത്തീസ് ഇറക്കിയിരുന്നു, ഒരുപാട് നമുക്ക് പോവുകയും ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ഫെസ്റ്റീവ് സീസണിൽ മാത്രമാണ് കുർത്തകൾ എനിക്ക് കൂടുതൽ പോകുന്നത്, എനിക്ക് സാരികളാണ് കൂടുതൽ പോകുന്നത്. നമ്മളെല്ലാരും പറയും സാരി ഉടുക്കത്തില്ല, കൂടുതലും ചുരിദാർ കുർത്തിയാണ് വേണ്ടതെന്ന്. പക്ഷെ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ പോകുന്നത് സാരിയാണ്. അതെന്താന്ന് എനിക്ക് അറിയില്ല. സാരി ആകുമ്പോ എല്ലാവർക്കും സാരിയാണ് നമുക്ക് കൂടുതൽ വന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാച്ചാല് പിന്നെ ഈ കുർത്തികൾ ഈ പറഞ്ഞ പോലെ വേറെ കാണാത്ത തരത്തിലും കൂടെ ആവണല്ലോ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതൊക്കെ മൽച്ചന്തേരി എന്ന് പറയുന്ന പ്രീമിയം ഫാബ്രിക് ആണ് ഇത് വരുന്നത്, മൽച്ചന്തേരി. പിന്നെ ഇതെല്ലാം നമ്മൾ ഡൈ ചെയ്ത കളേഴ്സ് ആണ്. ഇതൊന്നും ഈ കളറിലല്ല തുണി വരിക, വൈറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഇതുപോലത്തെ റെയർ കളേഴ്സ് നമ്മള് ഡൈ ചെയ്യുന്നപ്പോ അല്ല, ഇവിടെ തന്നെ നമുക്ക് ആളുണ്ട് ഡൈ ചെയ്യാൻ വേണ്ടിട്ട്, ഡൈ ചെയ്യും. പിന്നെ ഇതെല്ലാം ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത്, ഇത് ഹാൻഡ് പെയിന്റഡ് ആണ്, ഇത് ഹാൻഡ് വർക്ക് ആണ്. അങ്ങനെ ഇതും റെയർ പീസ് ആയിട്ട് വരും, റെയർ പീസ് ആണ് വരുന്നത്. ഇതൊക്കെ ഓരോ പീസേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൈസിൽ വേറെ കളേഴ്സ് ആയാലും ചെയ്തു കൊടുക്കും. അങ്ങനെ വരുന്ന കുർത്തികളാണ് ഈ കിടക്കണൊക്കെ കണ്ട. ഇതെല്ലാം ഹാൻഡ് വർക്കിൽ വരുന്ന ഇതാണ്. ഇതെല്ലാം അങ്ങനത്തെ പീസുകളാണ്. ഒന്നും വേറെ ഇത് സെയിം പീസുകൾ വേറെ കാണാൻ പറ്റില്ല. ഓണത്തിനൊക്കെ പക്ഷെ സാരി തന്നെ ആയിരിക്കും അല്ലെ? ഓണത്തിനൊക്കെ കൂടുതലും സാരികൾ തന്നെയാണ് പോണത്. ഇതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ടസർ സിൽക്കിൽ വരുന്ന സാരിയാണ്, കംപ്ലീറ്റ് ത്രെഡ് വർക്കിൽ വരുന്നത്. കണ്ടോ? തിരക്കിനിടയിൽ ഇവിടെ വരാൻ പറ്റാറുണ്ടോ? ഇവിടെ വന്നില്ലേ ഇതൊക്കെ ആര് കൊണ്ടുവരും? വരുന്നുണ്ടല്ലേ? അതായത് ഞാൻ തന്നെയാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. ഇതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല? ഇതെനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ അതുകൊണ്ടാണ് ഞാൻ ശ്രീയും കൂടിയിട്ട് ഒരുപാട് വീഡിയോസ് വന്നു. ശ്രീക്ക് അങ്ങനെ ഇഷ്ടമേ അല്ല, പക്ഷെ ഞാൻ ശ്രീനെ പറഞ്ഞ് അങ്ങനെ ആക്കി, നമുക്ക് 2 കൂടി വീഡിയോ ചെയ്യാൻ അങ്ങനെ ആക്കി. അതുപോലെ ഇപ്പൊ എന്റെ പ്രഗ്നൻസി പീരീഡ് ഞാൻ ഒരു ദിവസം പോലും വെറുതെ ഇരുന്നിട്ടില്ല, എല്ലാ ദിവസവും ഷൂട്ടിന് പോയിട്ടുള്ള ആളാണ്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും ദുബായിലോട്ട് പോയി. ഞാൻ 7 മാസം വരെ ദുബായിൽ പോയി എന്റെ പ്രോഗ്രാമുകൾ, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന്റെ 4 ദിവസം മുമ്പ് വരെ ഷൂട്ടിന് പോയിട്ടുള്ള ആളാണ്. ഡെലിവറി കഴിഞ്ഞ് വന്ന് 37ാമത്തെ ദിവസം ഞാൻ കേദാറുംകൂടെ മറിമായത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഓണം എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ? ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഗ്രാമപ്രദേശത്താണ്, കുമ്പളം എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ പാടമുണ്ട്, പാടത്ത് പോയിട്ട് മറ്റേ തുമ്പപ്പൂ, നിലമ്പൂവ് അതൊക്കെ പറിക്കുക. ഞങ്ങളൊരു 6 പേര് ഗ്യാങ് ഉണ്ടായിരുന്നു, ഗേൾസ് ഗ്യാങ്, തൊട്ടടുത്തടുത്ത വീട്ടുകാർ. എന്നിട്ട് വലിയ വലിയ പൂക്കളം ഇടുക. പിന്നെ തിരുവോണത്തിന്റെ തലേദിവസം രാത്രി വലിയ മൺകൂന ഉണ്ടാക്കിയിട്ട് ഓണത്തപ്പനൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ചടങ്ങൊക്കെ ഉണ്ട്.
കുരുത്തോലയും അടയൊക്കെ വെച്ചിട്ട് എതിരേൽപ്പ് വെളുപ്പിന് 4-5 മണിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഓണമായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പൊ വലുതായപ്പോഴത്തേക്ക് നമുക്ക് ഉത്തരവാദിത്തം അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി ഞങ്ങൾ മാത്രമാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്. പക്ഷെ അച്ഛൻ ആക്ച്വലി ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദൈവവിശ്വാസം ഒന്നും ഉള്ള ആളായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്തു തരും. അപ്പൊ ഇങ്ങനെ ഈ കുരുത്തോല കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക, അത്തക്കൾ ഇടുക, ഏറ്റവും നല്ല അത്തക്കള എനിക്ക് വരച്ച് തരുന്നത് അച്ഛനാണ്. നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ടോ? കേദാറിനൊക്കെ കാണിച്ചു. ഇപ്പൊ നമുക്കത് ഭയങ്കര മിസ്സിംഗ് ആണ്. ഇനിയിപ്പോ ഇത്തവണ എന്തായാലും ഇപ്പൊ കഴിഞ്ഞ തവണ കേദാറിന് അതൊന്നും അറിയാനായിട്ടില്ല. കുഞ്ഞുമാവല്ലേ, ജൂണിലാണ് ജനിച്ചത്. ഇപ്പൊ ഒരു ഓഗസ്റ്റിലേക്ക് ആയിരുന്നു ഓണം. 3 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഇത്തവണ നമുക്ക് എന്തായാലും ഒരു അത്തക്കള ഇടണമെന്നുണ്ട്. പക്ഷെ ഓസ്കി ഉള്ളതുകൊണ്ട് അധികം പൂക്കളൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. അയാൾക്ക് അലർജിയുള്ള പൂക്കളൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു താരം ആയതിനു ശേഷം സെറ്റുകളിൽ ഓണം ആഘോഷിക്കേണ്ടത് പുറത്തായിരിക്കും, അങ്ങനെ ആയിരിക്കും. ഈ ഓണം ഷോസ് നമുക്ക് വരുന്നത് എപ്പോഴും ഓണത്തിന് മുമ്പോ അല്ലെങ്കിൽ ഓണത്തിന് ശേഷമോ ആയിരിക്കും. മിക്കവാറും ഓണം ദിവസങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ യാദൃശ്ചികമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വട്ടം കണ്ട് ഞാൻ കാലിക്കറ്റ് സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ സദ്യയൊക്കെ ഉണ്ടാവും, വലിയ ഓണക്കളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. മറിമായത്തിൽ ഇത്തവണ ഉണ്ടാവും. നവാസുക്കം മരിച്ചോണ്ട് മറിമായത്തിന് ഓണം സെലിബ്രേഷൻ ആയിട്ട് നമുക്ക് ശരിക്കും മനോരമയിൽ ഉള്ള സമയത്താണ് നമ്മളത് ആഘോഷിക്കാറുള്ളൂ. അതല്ലാതെ ഞങ്ങൾക്ക് മറിമായൻ ടീമിനായിട്ടൊരു ഓണാഘോഷമൊക്കെ 1 വട്ടം 2 വട്ടം ഞങ്ങൾ ആഘോഷിച്ചിട്ടുള്ളൂ. എല്ലാവരും വീട്ടുകളിലായിരിക്കും. പിന്നെ മണിയേന്റെ വീട്ടിലേക്ക് പലപ്പോഴും നിയാസക്കയും സലിമിക്കയും മണിയേന്റെ വീട്ടിൽ ഓണാഘോഷിക്കാൻ വരാറുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. മണിയേട്ടൻ നാട്ടിൽ പോവില്ല, അപ്പൊ മണിയേട്ടനും ഇവിടെ തന്നെയാണ്. അപ്പൊ അവര് ഒന്നിച്ച് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ഓണം. നാളെ നമ്മൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരാളാണ് ഇപ്പൊ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നത്. കാരണം കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. ഫാമിലി, അതുപോലെ തന്നെ ബിസിനസ്. അപ്പൊ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നത്. അത് ഈ ഒരു സ്പേസിൽ സക്സസ് ആക്കി എടുത്ത് മാറ്റുക എന്നുള്ളത് വലിയ കാര്യം തന്നെ. രാത്രി 11 മണിക്ക് ശേഷം ഇരിക്കാന്നൊക്കെ വെച്ചാൽ വാർത്തയായിട്ട് നമുക്കൊന്നും ചിന്തിക്കാൻ വരുന്ന കാര്യമല്ല. അപ്പൊ എന്തായാലും ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷനാ. അതുപോലെ ഓണാണ്, അതുകൊണ്ട് തന്നെ ഒരു ഓണാശംസകൾ നമ്മുടെ മൈഫിൻ പ്രേക്ഷകർക്ക് വേണ്ടി. അതെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും സമാധാനമായിട്ട് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പറ്റട്ടെ എന്നുള്ളതാണ്. കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ദുരന്തങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പല ഓണക്കാലത്തും ഒക്കെ അതൊക്കെ ഓർമ്മ വരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സമാധാനമായിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നതാണ് അവരുടെ വിജയം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പറയുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ പൈസയോ ജോലിയോ എല്ലാം. സമാധാനമായിട്ടിരിക്കുക, ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. In association with Shalom Mattress, everlasting comfort and durability.